ഹായ് നമസ്കാരം, മ്യൂസിക് വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ആക്ഷൻ പിയാനോ കോഴ്സ് എന്നുള്ള ബുക്കിൽ നിന്നും 6ാമത്തെ ലെസൺ ബൈസൈക്കിൾ ബിൽ എന്നുള്ള ലെസനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചതും 3/4 ആണ്. ഇന്നത്തെ ക്ലാസ്സും നമ്മൾ 3/4 എന്നുള്ള താളത്തിലാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ മെട്രോണോം വെച്ചിട്ട് എങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, 3/4 എങ്ങനെ പ്രാക്ടീസ് ചെയ്യുക, 2/4 എങ്ങനെ പ്രാക്ടീസ് ചെയ്യുക എന്നൊക്കെ ഞാൻ കാണിച്ചു തന്നു. ഇതിനകത്ത് ഞാൻ മെട്രോണോം യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾ അത് നോക്കിയിട്ട് ഇതിലും അതുപോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകൾ വരികയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തീരെ വായിക്കാൻ പറ്റുന്നില്ല എങ്കിൽ മാത്രം എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഈ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. ഇപ്പോൾ കൂടുതൽ പറഞ്ഞ നിങ്ങളുടെ ടൈം ഞാൻ കളയുന്നില്ല, നേരെ നമുക്ക് വീഡിയോ ക്ലാസ്സിലേക്ക് പോകാം. ബൈസൈക്കിൾ ബിൽ ഈ ലെസനാണ് നമ്മളിപ്പോൾ വായിക്കാൻ പോണത്. അത് എക്സ്റ്റൻ പിയാനോ കോഴ്സിൻ്റെ 6ാമത്തെ ലെസനാണ് കേട്ടോ. ബൈസൈക്കിൾ ബിൽ എന്നുള്ള ലെസൺ വരുന്നത് 6ാമത്തെ ലെസനാണ്. അപ്പോൾ ഇതും 3/4 തന്നെയാണ്. ഈ ലെസനും 3/4 ആണ്. ശരിക്ക് 1 2 3 1 2 3 ഈ സ്റ്റൈലിലാണ് ഇതും നമ്മൾ കൗണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ നോട്ടുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3/4 വരുന്ന സമയത്ത് ഓരോ ബാറിലും 1 2 3 1 2 3 ഈ സ്റ്റൈലാണ് വരുന്നത്. അപ്പോൾ ഇത് സ്പീഡ് കൂട്ടിയും കുറച്ചൊക്കെ നമുക്ക് വായിക്കാം കേട്ടോ. ആദ്യം വേണമെങ്കിൽ നമുക്ക് 1 2 3 1 2 3 1 2 3 ഈ സ്റ്റൈലിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ മെട്രോണോ ആപ്പൊക്കെ ഓൺ ചെയ്തിട്ട് 1 2 3 1 2 3 ഇങ്ങനെ സ്പീഡ് കൂട്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ നോട്ട് വരുന്നത് CBA എന്നുള്ള നോട്ടാണ്. CBA. അത് ഇനി രണ്ടാമത്തെ ബാറിൽ വരുന്ന C. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, അത് 2 ബീറ്റിൽ ഡോട്ട് വന്നു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഹാഫ് നോട്ട് അല്ലെങ്കിൽ മിനിം എന്ന് പറഞ്ഞ നോട്ടിൽ ഡോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോട്ട് ചേർത്തിട്ട് ഡോട്ടഡ് മിനിം അല്ലെങ്കിൽ ഡോട്ടഡ് ഹാഫ് നോട്ട് എന്ന് പറയും. അപ്പോൾ അതിന് 3 ബീറ്റ് ലെങ്ത്താണ്. ആ സിക്ക് 1 2 3 ഇത്രയും ലെങ്ത്താണ് ആ നോട്ടിന് നിൽക്കുക കേട്ടോ. 3 ബീറ്റ് ശരിക്ക് 1 2 3. അതല്ലാതെ നിങ്ങൾ 1 2 3 ഇങ്ങനെ വായിക്കരുത് കേട്ടോ. ഒരു കാരണവശാലും ഈ നോട്ട് 3 ബീറ്റ് വരയ്ക്കും നമ്മൾ ഹോൾഡ് ചെയ്തിട്ടിരിക്കണം. 1 2 3. അപ്പോൾ ഈ 2 ബാർ പോലെ തന്നെയാണ് അടുത്ത 2 ബാർ വരുന്നത്. ഫസ്റ്റ് CBA C CBA C ഇങ്ങനെയാണ് വരുന്നത്. ശരിക്കും 1 2 3 1 2 3 1 2 3 1 2 3. അപ്പോൾ ആദ്യം നമുക്ക് ഇത്തിരി സ്ലോവിൽ 1 2 3 1 2 3 ഈ സ്റ്റൈലിൽ നമുക്ക് പ്ലേ ചെയ്യാം. അപ്പോൾ ആദ്യം വരുന്ന നോട്ട് ഫസ്റ്റ് ബാർ വരുന്നത് CBA. രണ്ടാമത്തെ നോട്ട് വരുന്നത് C എന്നുള്ളത് 3 ബീറ്റ് ലെങ്ത് 1 2 3. വീണ്ടും അതേ സംഭവം തന്നെ 1 2 3 1 2 3. ഇനി അഞ്ചാമത്തെ ബാറിൽ വരുമ്പോൾ അവിടെ റൈറ്റ് ഹാൻഡാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ താഴെ F ക്ലഫിലായതുകൊണ്ട് 4 ബാറും നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് മാത്രമാണ് പ്ലേ ചെയ്തത്. അഞ്ചാമത്തെ ബാറിൽ വരുമ്പോൾ നമ്മളിതേ സിയിൽ മിഡിൽ ഫിംഗർ വെച്ചുകൊണ്ട് തന്നെ ഡിയിൽ സെക്കൻഡ് ഫിംഗർ, ഇയിൽ തേർഡ് ഫിംഗർ. ഇപ്പോൾ DED DED ഇങ്ങനെ വായിക്കും. പിന്നെ വീണ്ടും F ക്ലഫിൽ തന്നെയാണ്, താഴത്തെ ലൈനിലാണ് വന്നത്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് തന്നെ ഉപയോഗിക്കണം. CBA. അടുത്ത B 3 ബീറ്റ് 1 2 3. പിന്നെ ലാസ്റ്റ് ബാറിൽ വന്നിട്ട് ഈ തേർഡ് ഫിംഗർ റൈറ്റ് ഹാൻഡാണ് 1 2 3. അപ്പോൾ ഈ ലൈൻ ഞാനൊന്ന് ഫസ്റ്റത്തെ ലൈൻ ഞാനൊന്ന് ഫുള്ളായിട്ടൊന്ന് പ്ലേ ചെയ്യാം കേട്ടോ. ശരിക്കും കൗണ്ട് ചെയ്യാതെ, ഞാൻ കൗണ്ട് ചെയ്യുന്നില്ല, ശരിക്കും നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും 1 2 3 1 2 3 എന്നുള്ള രീതിയിലാണ് ഞാൻ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇപ്പം ഞാൻ ഓരോ കൈ എടുത്തിട്ടാണ് നിങ്ങൾക്ക് വായിച്ച് കാണിച്ചു തന്നത്. ലെഫ്റ്റ് ഹാൻഡ് വരുമ്പോൾ റൈറ്റ് ഹാൻഡ് ഇല്ല, റൈറ്റ് ഹാൻഡ് വായിക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഇല്ല. അതെന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ പ്ലേ ചെയ്യുന്ന ഏത് ഫിംഗറാണ് യൂസ് ചെയ്തതെന്ന് കൃത്യമായിട്ട് മനസ്സിലാവാനാണ്. ഇനി ഞാൻ കൈ എടുക്കാതെ വായിച്ച് കാണിച്ചിട്ട് നമ്മൾ ശരിക്കും ഇതുപോലെ തന്നെ ഹോൾഡ് ചെയ്യുക. എന്നിട്ട് ഈ വിരലിൽ 2 കൈയും ഇവിടുന്ന് എടുക്കാതെ തന്നെ നമ്മൾ വായിക്കുകയാണ് കുറച്ചുകൂടി ബെറ്റർ. ഇങ്ങനെ വായിക്കാം. ഇങ്ങനെ വായിക്കാം. ഇനി സെക്കൻഡ് ലൈൻ കേട്ടോ. സെക്കൻഡ് ലൈൻ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പ്ലേ ചെയ്ത പോലെ തന്നെ CBA C CBA C DED CBA അങ്ങനെ 6th ബാർ വരയ്ക്കും സെയിം സംഭവമാണ്. നമ്മൾ ഫസ്റ്റ് ലൈനിൽ പ്ലേ ചെയ്ത പോലെ തന്നെയാണ്.
അടുത്ത 7th ബാറിലാണ് ചെറിയൊരു മാറ്റം വന്നിരിക്കുന്നത് കേട്ടോ. 7th ബാറിൽ BCന്ന് BC പിന്നെ D എന്നുള്ളത് മുകളിലത്തെ ലൈനിലായതുകൊണ്ട് G ക്ലഫിലായതുകൊണ്ട് BC എന്നുള്ള ലെഫ്റ്റ് ഹാൻഡ്, D എന്നുള്ള റൈറ്റ് ഹാൻഡ് വായിക്കണം. BC D C. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ വിട്ട് കേൾക്കാൻ പാടില്ല, ഇങ്ങനെ വായിക്കണം. അപ്പം ഞാൻ ആ സെക്കൻഡ് ലൈനും കൂടെ ഒന്ന് വായിക്കാം. ഇത് ഈ 2 ലൈനും കൂടി ഞാനൊന്ന് ചേർത്തി വായിക്കാം. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും. ഇനിയിപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങളിതിൻ്റെ പ്ലേബാക്ക് സ്പീഡ് സെറ്റിങ്സിൽ പോയിട്ട് പ്ലേബാക്കിൻ്റെ സ്പീഡ് കുറച്ചിട്ട് സ്ലോ ആയിട്ട് നിങ്ങൾക്ക് ഇനിയും കാണാനുള്ള ഓപ്ഷൻസ് കൂടെ യൂട്യൂബ് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ഫുള്ളായിട്ട് നിർത്താതെ വായിക്കാം. അപ്പോൾ സ്ലോവിലാണ് ഞാൻ വായിക്കുന്നത്, പിന്നെ നിങ്ങൾ സ്പീഡ് കൂട്ടിയിട്ടൊക്കെ വായിച്ച് പഠിക്കും. ഇപ്പോൾ 2 സ്റ്റെപ്പ് കാണിച്ചത്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് സ്ലോവിലാണ് വായിക്കുന്നത്. 1 2 3 1 2 3 1 2 3 ഇങ്ങനെ വായിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 കൈയും ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ വായിച്ച് പഠിക്കുക കേട്ടോ. ഇപ്പോൾ ഇത് നമ്മൾ ഒരേ സ്പീഡിലാണ് വായിച്ചത്. ഇതേപോലെ തന്നെ നമ്മൾ സ്പീഡ് കൂട്ടി വായിക്കുകയാണെങ്കിൽ എങ്ങനെ വായിക്കാം? ശരിക്കും 1 2 3 1 2 3 1 2 3 1 2 3. ഇതിൽ പറഞ്ഞ പോലെ കൈ ഇങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ പ്ലേ ചെയ്യുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുകൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ വരികയാണെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ കൂടുതൽ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.